എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല, അതാണ് സത്യം. ഇന്നത്തെ വീഡിയോ അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ കോഴിക്കുഞ്ഞിനെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അവർക്ക് പ്രധാനപ്പെട്ടതാണ്. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളും അവരും തമ്മിൽ ബന്ധത്തിലൊരു വിഘാതം സംഭവിക്കുകയും നിങ്ങളുടെ കുറ്റം കൊണ്ടാണോ അവരുടെ കുറ്റം കൊണ്ടാണെന്നറിയില്ല, നിങ്ങളും അവരും തമ്മിൽ അകലുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അകലുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായി. കാരണം ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കൊടുത്ത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവനും കൊടുത്ത് സ്നേഹിച്ച ഒരാളായിട്ട് എനിക്ക് അകലേണ്ടി വന്നു. അതിൽ നിങ്ങളുടേതായ തെറ്റുണ്ടെങ്കിലും നിങ്ങളുടേതായ തെറ്റില്ലെങ്കിലും, അല്ലെങ്കിൽ പരപ്രേരണ കൊണ്ടാണെങ്കിലും മറ്റാരുടെയെങ്കിലൊക്കെ പ്രേരണ കൊണ്ടാണെങ്കിലും അത് നിങ്ങൾക്ക് ദുഃഖമായി മാറി. കാരണം നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ വേദനയായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായി. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിങ്ങളെ സംബന്ധിച്ച് ഒട്ടും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. കാരണം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചു, പക്ഷേ ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലും അത് വേദനയായിട്ട് നിൽക്കുകയാണ്. കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത ഉപകാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി മുന്നോട്ട് പോയത്. നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത നന്മയുടെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി മുന്നോട്ട് പോയത്. ആ വ്യക്തി നിങ്ങൾക്ക് ചെയ്ത ഉപകാരവും നന്മയും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ആ വ്യക്തിയെ ഒന്നുമില്ലായ്മയിൽ നിന്നും പിച്ച് നടപ്പിച്ച് നിങ്ങളാണ് രക്ഷപ്പെടുത്തിയെടുത്തത്. നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആ വ്യക്തിയെ ആരും സ്നേഹിക്കുകയുമില്ല. അത്രത്തോളം സ്നേഹം നൽകി നിങ്ങൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയ ആ വ്യക്തി ഒരിക്കൽ പോലും ഒരു കളങ്കം പറയാതെ, ഒരിക്കൽ പോലും ഒരു ദുഃഖം പറയാതെ ആ വ്യക്തിയും നിങ്ങളും മുന്നോട്ട് പോയി. എന്തൊക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായി, ആ സാഹചര്യങ്ങളിലൊന്നും ആ വ്യക്തിയെ കൈവെടിയാതെ നിങ്ങൾ മുന്നോട്ട് പോയി. എന്നിട്ടും ആ വ്യക്തിക്ക് മറ്റുള്ളവർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ നിങ്ങളെ അവഗണിക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധത്തോടെയാണ്. മാത്രമല്ല ആ വ്യക്തി ജീവിതത്തിൽ ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരവസ്ഥയാണ്. ആ വ്യക്തി ഉടൻ തിരിച്ചെത്തും. നിങ്ങൾക്കും അതിൽ ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും രണ്ടാമത്തെ ഈ പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് പോകുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ തിരസ്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തിരസ്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ അല്ലാതെ ഒരു തീരുമാനം അനുസരിച്ച് നിങ്ങൾക്ക് പിരിയേണ്ടി വന്നപ്പോൾ ഒരു നഷ്ടം അവിടെ ഉണ്ടായിരിക്കുന്നു. ആ നഷ്ടം ഉണ്ടായതോടുകൂടി ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ വല്ലാത്തൊരു പ്രശ്നം സംജാതമായി. ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം സംജാതമായപ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും അത് താങ്ങാനോ അത് സഹിക്കാനോ കഴിയുന്നില്ല. വല്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങളെത്തി. നിങ്ങൾക്കും ആ വ്യക്തിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ടുപേരുടെ ജീവിതത്തിൽ അതൊരു വല്ലാത്ത തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരാളുടേതല്ല. നിങ്ങൾക്കും വിഷമമുണ്ട്, ആ വ്യക്തിക്കും വിഷമമുണ്ട്. സത്യത്തിൽ ആരാണ് കാരണമെന്നോ ആരാണ് ഇതിൻ്റെ തീരുമാനമെന്നോ പറയുന്നതിലൊരർത്ഥമില്ല. രണ്ടുപേരുടെ ജീവിതത്തിലും അത് പ്രതിസന്ധിയായിരിക്കുന്നു. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഒരാളുടെ കാര്യം മാത്രമായിരുന്നില്ല. രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട ആളുകളാണെന്നുള്ള സത്യം നിങ്ങളാണ് ഇപ്പോഴും അറിയുന്നത്. അത്രത്തോളം ആഴത്തിലുള്ളൊരിഷ്ടമായിരുന്നു. ആദ്യം നിങ്ങൾ ഒരുപക്ഷെ രണ്ടുപേരും വിചാരിച്ചിരുന്ന് കാണും, ഞങ്ങളിപ്പോൾ പിരിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് കാണും. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമായിട്ട് അത് മാറിയിരിക്കുന്നു.
അതുപോലെ തന്നെ ആ വ്യക്തിക്കുമുണ്ട്. രണ്ടുപേരും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. ഇതിലും ഭേദം സ്നേഹിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ കണ്ടുമുട്ടണ്ടായിരുന്നു, അടുക്കണ്ടായിരുന്നു, ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടായിരുന്നു എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുകയാണ്. പക്ഷെ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നു. ഈ നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് രണ്ടുപേർക്കും സാധിക്കും. യഥാർത്ഥത്തിൽ രണ്ടുപേരും മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞ് സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ രണ്ടുപേർക്കും സാധിക്കുന്നതാണ്. ഒരാൾക്കല്ല, രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അല്ലാതെ ഒരു വിഷയവും അതിലില്ല. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ രണ്ടുപേർക്കും പരസ്പരം അടുത്തറിയുന്നതിനും പരസ്പരം ഇഷ്ടപ്പെടുന്നതിനും ഒക്കെ നല്ലതാണ്. അല്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ദുഃഖം നിങ്ങൾക്ക് രണ്ടുപേർക്കും അവസാനിപ്പിക്കാൻ കഴിയും. ആ വ്യക്തിക്ക് ഒട്ടും തിരിച്ചു പോകാൻ കഴിയില്ല. ആ വ്യക്തി അങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത്. നിങ്ങളെക്കാൾ ഇത്തിരി കൂടുതലായിട്ട് പിരിയുന്നത് വിഷയമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.